കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ് ക്രമമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞില്ല. നാം അല്പമായി അതിനെക്കുറിച്ച് ധ്യാനിച്ചു. ദൈവവചനത്തിന്റെ കൂടുതൽ ആഴങ്ങൾ നാം പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രമാനുഗതമായി ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവവചനം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് 3-ാമത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. ആകയാൽ സഹിച്ചു കൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ച് ഇരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. ആകയാൽ സഹിച്ചു കൂടാഞ്ഞിട്ട്, എന്തുകൊണ്ടാണ് ആകയാൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്? നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത് പോലെ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായ വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കിയിരിക്കുന്നത്. ആകയാൽ സഹിച്ചു കൂടാഞ്ഞിട്ട്, എന്തുകൊണ്ടാണ് സഹിച്ചു കൂടാതെ വരുന്നത്? പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞു നിർത്തുന്നത്, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ ഞങ്ങളുടെ ആശയും സന്തോഷവും പ്രശംസാ കിരീടവും ആറാകുന്നു നിങ്ങളല്ലയോ, ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ എന്നാണ് പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ ഒക്കെ സന്തോഷം, മഹത്വം, പ്രശംസാ കിരീടമൊക്കെ തെസ്സലോനിക്കയിലെ വിശ്വാസികളാണ്. അതല്ലെങ്കിൽ അതുപോലെ അവര് ജീവിതം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ദൈവമക്കളാണ്. അപ്പോൾ അങ്ങനെ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഇവർക്ക് ലഭിക്കുവാനിരിക്കുന്നതായ പ്രശംസാ കിരീടവും മഹത്വവും ഒക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അവര് ദൈവവചനം പഠിപ്പിക്കുകയും വിശ്വാസത്തിൽ വളർത്തുകയും ചെയ്തിരിക്കുന്നതായ ആളുകളിലാണ് എന്നുള്ളത് കൊണ്ട് അതാണ് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കുന്നത്. അതായത് തെസ്സലോനിക്കയിലെ വിശ്വാസികൾ, സഭ വളരെ രൂക്ഷമായ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. വളരെ ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുമോ എന്ന് ഭയപ്പെടുന്ന നിലയിലുള്ള അതിക്രൂരമായ കഷ്ടതയിലൂടെ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ കടന്നു പോവുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇവരെ തിമോത്തിയോസിനെ അങ്ങോട്ട് പൗലോസ് അപ്പോസ്തലൻ അയക്കുന്നത്. അപ്പോൾ അവര് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ലഭിക്കുവാനിരിക്കുന്നതായിട്ടുള്ള പ്രശംസാ കിരീടത്തിന് മങ്ങലേൽക്കും എന്നുള്ളത് അതിന്റെ ഒരു വശം. അതിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയോ എന്നുള്ള നിലയിലാണ്. 5-ാമത്തെ വാക്യത്തിൽ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയിക്കേണ്ടതിന് ആളയച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലനും തന്റെ സഹപ്രവർത്തകർക്കും ഒക്കെ അവിടുത്തെ വിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട് സഹിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരവസ്ഥ വന്നു. അവരെ സഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ വിശ്വാസത്തിൽ നിന്ന് പോയോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ, നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാൻ, ഈ 2 കാര്യങ്ങൾ ആണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ കഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോവുക അല്ലെങ്കിൽ കുലുങ്ങിപ്പോവുക എന്ന് പറയുന്നത് അത് സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. നാം വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നില്ല എങ്കിൽ നമ്മൾക്ക് സംഭവിക്കാൻ കഴിയുന്നതായ ഒരു കാരണമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എബ്രായ വിശ്വാസികൾ വളരെയേറെ കഷ്ടങ്ങളിലൂടെ ഒരു കാലത്ത് കടന്നു പോയിരുന്നവരായിരുന്നെങ്കിലും ഒരുപക്ഷെ അതിന്റെ പാരമ്യം എത്തിയപ്പോൾ അല്ലെങ്കിൽ ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ യഹൂദ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ഒരുപക്ഷെ പലരും തിരിച്ചു പോയിട്ടും ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ
നമുക്ക് കാണുവാനും വായിക്കുവാനും കഴിയുന്നതിനെ കുറിച്ച് നാം പഠിച്ചതുമാണ്. ബാബു സഹോദരൻ നമ്മളെ പഠിപ്പിച്ചതുമാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ കഷ്ടങ്ങളിൽ കുലുങ്ങിപ്പോകുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കഷ്ടങ്ങളിൽ കുലുങ്ങിപ്പോകാതിരിക്കുവാനായിട്ട് ദൈവം എന്താണ് ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സഹവിശ്വാസികളാണ് കഷ്ടങ്ങളിൽ കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി അന്യോന്യം ഉത്സാഹിപ്പിക്കുന്നതും അന്യോന്യം ധൈര്യപ്പെടുത്തുന്നതും പ്രബോധിപ്പിക്കുന്നതും ഒക്കെ. അതാണ് നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്. ആരും ഈ കഷ്ടങ്ങളിൽ കുലുങ്ങിപ്പോകരുത് എന്ന് വിചാരിച്ച് അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രമായിരുന്നില്ല. തീർച്ചയായിട്ടും അവര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രമായിരുന്നില്ല, മറിച്ച് അവരെ സ്ഥിരപ്പെടുത്തുവാൻ, അവരുടെ വിശ്വാസം സംബന്ധിച്ച് അവരെ പ്രബോധിപ്പിക്കുവാനായിട്ട് തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാറ്റിനും പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയോട് കൂടി ചേർന്ന് തന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുവാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ അങ്ങനത്തെ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത് നമ്മളുടെയൊക്കെ ഒരു പതിവാണ്. പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് ശരിയായി പ്രാർത്ഥിക്കുന്നതിന് ശരിക്കും ഒരു കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാലും നമ്മളുടെ സ്വകാര്യതയിൽ നമ്മുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആളുകളെ പോയി കണ്ട് യാത്ര ചെയ്ത്, ഇന്നത്തെ യാത്രാ സൗകര്യമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടമാണ് എന്ന് വിചാരിക്കണം, പോയി കണ്ട് അവരെ ഉത്സാഹിപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തി, അത് മാത്രവുമല്ല വളരെ കഷ്ടങ്ങൾ, ക്രിസ്തീയ മാർഗത്തെ സംബന്ധിച്ച് വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പുറമേ നിന്നുമുള്ള ആളുകൾ അങ്ങ് ചെല്ലുമ്പോൾ അവരും അതേ കഷ്ടത്തിലൂടെ, അല്ലെങ്കിൽ അവരൊരു പക്ഷേ അവരുടെ ജീവൻ പോലും, അവരുടെ പ്രാണൻ പോലും വെച്ചു കൊടുക്കാൻ തയ്യാറായിട്ടാണ് അവരുടെ അടുക്കിലേക്ക് അവർ പോകുന്നത് എന്നുള്ളതും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, എവിടെയെങ്കിലും വലിയ കൊടിയ പീഡനം നടക്കുന്നുണ്ടെങ്കിൽ ആ പീഡനം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ആളുകൾ ചെന്നാൽ അത് അവിടെ പീഡിപ്പിക്കുന്നവരായിട്ടുള്ള ആളുകൾക്ക് അത് ഒരു പരിധിയിൽ കവിഞ്ഞ് വീണ്ടും അവരതിൽ കോപാകുലരാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുമ്പോൾ, തെസ്സലോനിക്കയിലേക്ക് അയക്കുമ്പോൾ, തിമോത്തിയോസിന്റെ ജീവന് പോലും ഒരുപക്ഷെ ഒരു ഭീഷണി ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാലും അവിടെ പോയി അവിടുത്തെ വിശ്വാസികളെ സ്ഥിരപ്പെടുത്തുവാൻ, അവരെ വിശ്വാസം സംബന്ധിച്ച് പ്രബോധിപ്പിക്കുവാനൊക്കെ ആയിട്ട് പൗലോസ് അപ്പോസ്തലൻ അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നാം വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ ശക്തീകരിക്കും, തന്റെ വചനത്താൽ നമ്മളെ ആശ്വസിപ്പിക്കും, ധൈര്യപ്പെടുത്തും എന്നുള്ളതൊക്കെ ശരിയാണ്. അനേകരുടെ പ്രാർത്ഥന ആ ഒരു മേഖലയിൽ നമുക്ക് ലഭ്യവുമാണ്. എന്നാൽ അതിനപ്പുറം നമുക്ക് പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. സഹവിശ്വാസികളെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ, അവരുടെ കഷ്ടതയിൽ നാം അവരെ നേരിൽ പോയി കണ്ടും അവരെ പ്രബോധിപ്പിക്കുവാനും, അവരുടെ കഷ്ടതയിലെ അവസ്ഥയിൽ അവരെ ഒറ്റപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളുടേതായിട്ടുള്ള ദൈവവചന പ്രകാരമുള്ളതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കേവലം അവിടെ പ്രാർത്ഥന മാത്രമല്ല വേണ്ടത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഏത് ഭൗതിക ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റി തരും. പക്ഷെ നമുക്കതിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് തരും എന്നുള്ളതൊരു വാക്തത്വമാണ്. എന്നാൽ അധ്വാനിക്കുക എന്ന് പറയുന്നത് നമുക്ക് നൽകിയിട്ടുള്ള മറ്റൊരു കൽപ്പനയുമാണ്. അപ്പോൾ ഞാൻ ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീടിനകത്ത് ഇരുന്നുകൊള്ളാം, എനിക്ക് ദൈവം എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരും എന്നുള്ള നിലയിൽ ചിന്തിക്കുവാനായിട്ടല്ല, അധ്വാനിക്കുവാനായിട്ടുള്ള നിർദ്ദേശവും അതിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ്. അതിനുള്ള ആരോഗ്യവും സാധ്യതകളും ഒക്കെ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ആളുകൾ ആ നിലയിൽ അത് അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയും അതിനോട് ചേർന്ന് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, ഇത് രണ്ടും ചെയ്യുക എന്ന് പറയുന്നത് ബൈബിളിൽ നമുക്ക് ഉടനീളം കാണുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്നതിനും അവരെ പ്രബോധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ആളുകളെ അയക്കുകയും അല്ലെങ്കിൽ വിശ്വാസികൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ളത് നാം ഇവിടെ വായിച്ചല്ലോ. എന്നാൽ ഇന്ന് നമുക്ക് ക്രിസ്തീയ ലോകത്ത് സംഭവിക്കുന്നതായിട്ടുള്ള ഒരു ഗൗരവമായിട്ടുള്ള പരാജയം എന്ന് പറയുന്നത്, ഇന്ന് വിശ്വാസികളുടെ വിശ്വാസത്തിന് തടങ്ങലായിത്തീരുന്നത് വിശ്വാസികൾ എന്ന് പറയുന്നവരായിട്ടുള്ള, അങ്ങനെ അവകാശപ്പെടുന്നവരായിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
നമ്മൾ അതിനെക്കുറിച്ച് ഒരുവൻ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നുള്ള ഒരു ഭയനിർദ്ദേശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസികളുടെ ജീവിതത്തിൽ അവരുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ അവർക്ക് തുണയായി തീരേണ്ടത് ദൈവമക്കളാണ്, ആശ്വസിപ്പിക്കേണ്ടത് ദൈവമക്കളാണ്. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് വിശ്വാസികളുടെ നിരാശയ്ക്കും അവരുടെ പിന്മാറ്റത്തിനും കാരണക്കാരാകുന്നത് ഇന്ന് അനേക സഭകളിലും വിശ്വാസികൾ എന്ന് പേരെടുത്തവരാണ് എന്ന് നമുക്ക് കാണാമല്ലോ. എത്ര വൈരുദ്ധ്യമാണ് നമുക്ക് ഈ കാര്യങ്ങളിലും ഈ കാലങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഒരിക്കലും വരുവാനായിട്ട് പാടില്ല. ഏതെങ്കിലും ഒരു ദൈവ പൈതലിന് ഇടർച്ച ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കുറ്റമാണ്. അതിനെക്കുറിച്ച് നമ്മൾ നിസാര എന്ന് വിളിച്ചാൽ എന്താണ് അതിന്റെ ഫലം, മൂട എന്ന് വിളിച്ചാൽ എന്താണ് അതിന്റെ ഫലം, അതിനെക്കുറിച്ചൊക്കെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. മരണകരമായ പാപം എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സഹോദരന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ അവന്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നല്ലത് എന്ന് പറഞ്ഞാൽ, ഒരു സഹോദരന് ഇടർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ ആ സഹോദരൻ ദൈവത്തിന്റെ സ്വന്തമായിരിക്കുന്ന, ദൈവത്തിന്റെ മകനായിരിക്കുന്ന ഒരാളാണ്. നമ്മളെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചോ അവരുടെ മക്കളെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അവരോടുള്ള സമീപനം എന്താണ്? ഒരുപക്ഷെ ഒരു മന്ത്രിയുടെ മകൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ പ്രാധാന്യവും ഒക്കെ കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ സമൂഹം അങ്ങനെയാണ്. എന്നാൽ ഈ സർവ്വ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിതാവായുള്ള ദൈവത്തിന്റെ മകനെ അല്ലെങ്കിൽ മക്കളെ നാം വളരെ ലാഘവത്തോടെ കാണുന്നു എന്നുള്ളത്, നാം ആ ദൈവത്തെ ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു മറുവശം മാത്രമാണ്. സഹോദരന്മാർക്ക് ഇറച്ചു വരുത്തുന്ന ഒരാള് അവരെ ഇറച്ചു വരുന്നത് സാക്ഷാൽ ദൈവത്തിന് തന്നെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മെ ആക്കിയിരിക്കുന്നത് സഹോദരന്മാർക്ക് നന്മ വരുത്തുവാനായിട്ടാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ വിശ്വാസത്തിൽ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ടാണ്. അല്ലാതെ ഒരിക്കലും അതിനെ മറിച്ചൊന്ന് സംഭവിക്കുവാനായിട്ട് പാടില്ല. എന്നിട്ട് പിന്നെ പറയാണ്, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അപ്പോൾ അവർ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കഷ്ടം അനുഭവിക്കുവാനായിട്ടാണ് നമ്മെ നിയമിച്ചിരിക്കുന്നത്, നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ ഉൾപ്പെടെയാണ് പറയുന്നത്. നാം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്, അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിക്കുകയും സഭയിൽ ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അവിടെ പ്രസംഗിച്ച ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അത് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിൽ നിന്നൊരു ഒഴിവില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവവചനപ്രകാരമുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം നാം നയിക്കുമ്പോൾ അതിന്റെ കൂടെ പോരുന്നതായ കാര്യമാണ് ഈ കഷ്ടം എന്ന് പറയുന്നത്. ഇവിടെ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന്റെ രോഗാവസ്ഥയോ ഒന്നുമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കഷ്ടങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്തെ പ്രതി ആളുകൾ പീഡിപ്പിക്കപ്പെടുന്ന, ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് സഭകളിൽ കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചാൽ അത് ആർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ സ്വീകാര്യതയൊന്നും നോക്കിയല്ല പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെ തന്നെ പ്രസംഗിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കൂടിവരവിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിരുന്നതായ ഒന്ന് രണ്ട് ആളുകൾക്ക് അവർക്ക് ഈ കഷ്ടത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് തീരെ സ്വീകാര്യമായിരുന്നില്ല. അവര് എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവമക്കളായിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ കഷ്ടമല്ല വരേണ്ടത്, അവർക്ക് സമൃദ്ധിയാണ് വരേണ്ടത്, അവർക്ക് ആശ്വാസമാണ് വരേണ്ടത്, അവർക്ക് എല്ലായിടത്തും വിജയമാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറച്ചു കാലമൊക്കെ അങ്ങനെ തട്ടിമുട്ടി നിന്നുവെങ്കിലും അവര് പിന്നീട് നമ്മെ വിട്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, കഷ്ടം അനുഭവിക്കുവാൻ മനസ്സില്ലാത്ത ഒരാൾക്ക് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സുവിശേഷം എന്ന് പറയുന്നത്, ആ നല്ല വിശേഷം എന്ന് പറയുന്നത് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത് ഒന്നും ഈ ലോകത്തിലുള്ളതല്ല. അതെല്ലാം നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് പിന്തുടരുവാനായിട്ടൊരു ഒരു പാത വെച്ചിട്ട് പോയിരിക്കുന്നു, ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അവന്റെ കാലടികളാണ് നമ്മുടെ വഴികൾ എന്ന് നാം വിശ്വസിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കർത്താവ് പോയ വഴി എത്ര ബുദ്ധിമുട്ടുള്ള ഒരു വഴിയായിരുന്നു എന്ന് നാം ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ആരെയും അങ്ങനെ മോഹിപ്പിച്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങൾക്ക് സമാധാനമാകും എന്ന് പറഞ്ഞ് ആരെയും നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. ഇത് അങ്ങനെ ഒരു വഴിയല്ല. ഇത് ഉപദ്രവത്തിന്റെ, ഞെരുക്കത്തിന്റെ, കഷ്ടതയുടെ, പീഡനത്തിന്റെ, നിന്ദയുടെ, പരിഹാസത്തിന്റെ അങ്ങനെയൊക്കെയുള്ള ഒരു വഴിയാണ് എന്നുള്ളത് നാം പറയണം, നാം അത് മനസ്സിലാക്കണം. അതിനൊക്കെ തയ്യാറുള്ള ആളുകൾ മാത്രമേ ഇതിന് ഈ ക്രിസ്തീയ ജീവിതത്തിന് താല്പര്യപ്പെടാനുള്ളൂ. കർത്താവിന്റെ പിന്നാലെ ജനക്കൂട്ടം ചെന്നപ്പോഴൊക്കെ കർത്താവ് അവരോട് തന്റെ പിന്നാലെ വരുന്നവർക്ക് വേണ്ടുന്നതായിട്ടുള്ള യോഗ്യതകളെ സംബന്ധിച്ച് വളരെ ശക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു യുദ്ധത്തിന് രാജാവ് പുറപ്പെടുമ്പോൾ എതിരെ വരുന്നതായിട്ടുള്ള രാജാവിനോട് ജയിക്കാൻ കഴിയുമോ എന്ന് അവര് ഒന്ന് കണക്കുകൂട്ടി നോക്കണം. അങ്ങനെ ജയിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ കീഴടങ്ങണം, സമാധാനമാക്കണം. അതുപോലെ തന്നെ ഒരു ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ അത് പണി തീർക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മോശമായിട്ട് വരും. ഇതൊക്കെ തന്റെ പിന്നാലെ ആൾക്കൂട്ടം കൂടിയപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളാണ്. ആൾക്കൂട്ടത്തില് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തെല്ലായിടത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആൾക്കൂട്ടത്തിന്റെ മഹത്വമാണ്. എത്ര ആളുകൾ, എത്ര ആൾക്കൂട്ടമുണ്ട്, എത്ര അംഗത്വമുണ്ട് സഭയിൽ എന്നുള്ളത് സഭയുടെ ശക്തിയെയും അല്ലെങ്കിൽ സഭയെക്കുറിച്ചുള്ളതായിട്ടുള്ള ആളുകളുടെ ബഹുമാനത്തിന്റെയും ഒരു ഭാഗമായിട്ട് ഇന്ന് കണക്കാക്കുന്നുണ്ട്. എന്നാൽ ആൾക്കൂട്ടത്തിൽ യാതൊരു വക കാര്യവുമില്ല. നമുക്കറിയാം, കർത്താവിന്റെ പിന്നാലെ ആളുകൾ കൂടിയതൊക്കെ അപ്പം വർദ്ധിപ്പിച്ച് കിട്ടിയപ്പോഴും കിട്ടാൻ വേണ്ടിയും ഒക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ കയ്യിൽ നിന്നും ഇതുപോലെയുള്ള രോഗശാന്തി പോലെയുള്ള കാര്യങ്ങൾ, അപ്പം വർദ്ധിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് ആവശ്യമായിട്ട് അവര് കണക്കാക്കിയതും അവര് അതിനുവേണ്ടിയാണ് കർത്താവിന്റെ പിന്നാലെ ചെന്നത്. അത് തന്നെയാണ് കർത്താവിനെ തന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാം കർത്താവിനെതിരായി. അപ്പോൾ നമുക്ക് കഷ്ടങ്ങളിലൂടെയുള്ള ഒരു വഴിയാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും ഈ ജനാധിപത്യ രാജ്യവും മതേതര ഭരണഘടനയും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ അത്തരം കഷ്ടങ്ങൾ കുറവുണ്ട്. എന്നാൽ അതിന്റെ സംരക്ഷണം ഒക്കെ അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. എന്തും നേരിടാൻ, മരണം വരെ വരിക്കാൻ തയ്യാറുള്ള ആളുകളായിട്ട് നാം ഇരുന്നാൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നാം മുമ്പോട്ട് പോകേണ്ടതാണ്. പത്രോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഇങ്ങനെ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നിങ്ങൾക്കൊരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വെച്ച് നിങ്ങൾ അങ്ങനെ ചഞ്ചലപ്പെടുന്നത് എന്ത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതൊരു അപൂർവ കാര്യമല്ല, ഇത് അതിന്റെ ഒരു ഭാഗമാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. കാരണം ക്രിസ്ത്യാനികൾ, ദൈവ മക്കൾ വളരെ ന്യൂനപക്ഷവും അതിനെ എതിർക്കുന്നതായിട്ടുള്ള ഭരണ സംവിധാനവും മതസംവിധാനവും നിലനിൽക്കുന്നു. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കർത്താവിന്റെ സഭയെ പരാജയപ്പെടുത്തുവാനായിട്ടുള്ള സാത്താന്റെ വലിയ ഒരു തന്ത്രവും. ഇന്ന് നമുക്ക് കഷ്ടങ്ങൾ, പീഡനങ്ങളൊക്കെ ഒരുപക്ഷെ കുറവാണ് എങ്കിൽ അത് പിശാച് വ്യത്യസ്തമായിട്ടുള്ള ഒരു തന്ത്രം ഉപയോഗിച്ച് സഭയെ നശിപ്പിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. പീഡനമല്ല, അതിനേക്കാൾ വളരെ വളരെ വിജയകരമായിട്ട് ഇന്ന് പിശാച് ഉപയോഗിക്കുന്നതായിട്ടുള്ള തന്ത്രം എന്താണെന്ന് അറിയാമോ? മനുഷ്യരെ മോഹങ്ങളിൽ കുടുക്കി ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ നിന്നും അവരെ വേർപിരിക്കുക, അവരെ മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഇന്ന് ലോകത്ത് പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പഴയ കാലത്ത് 1-ാം നൂറ്റാണ്ട് മുതൽ ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ട് വരെ പീഡനങ്ങളിലൂടെയാണ് ദൈവസഭയെ തകർക്കാനായിട്ട് പിശാച് ശ്രമിച്ചത് എങ്കിൽ ഈ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ 21-ാം നൂറ്റാണ്ടിലും ഇപ്പോൾ നടക്കുന്നതുമായിട്ടുള്ള കാര്യം വിശ്വാസികളെ ലോകസ്നേഹികളും ജഡമോഹികളും ഒക്കെ ആയിട്ട് മാറ്റി
ദൈവസഭയെ തകർക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ്. ശരി, കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ചില ചുരുക്കം മാസങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവരോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ചെറിയ ഒരു കളിയല്ല, ഇതൊരു തീക്കളിയാണ്, ഇവിടെ കഷ്ടമുണ്ട് എന്നുള്ള കാര്യം അവരോട് അറിയിച്ചിട്ടുണ്ട്. അവിടെ തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒക്കെ അവരോട് പറഞ്ഞതിനും ഉപദേശിച്ചതിനും മുന്നറിയിപ്പ് കൊടുക്കുന്നതിനും അനുസരിച്ച് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടോ അപൂർവകാര്യമായിട്ടോ ഒന്നും സംഭവിച്ചതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള നാം എല്ലാവരും എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്ത് കഷ്ടം വന്നാലും എന്ത് നഷ്ടം വന്നാലും മരണം വരെ വന്നാലും വരാൻ സാധ്യതയുണ്ട്, വന്നാലും എപ്പോഴും ലാഭമായിരിക്കുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. കഷ്ടങ്ങളൊക്കെ ഈ ലോകത്തിൽ അവസാനിക്കും. കഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടമെന്നാണ്, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള കഷ്ടം എന്നാണ്. നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം, അവിടെ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം പഠിച്ചപ്പോൾ നാം അത് പഠിക്കുകയുണ്ടായി. ഈ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ഈ ലോകത്തിലെ ഏത് കഷ്ടവും, വിശ്വാസത്തെ പ്രതിയുള്ള ഏത് കഷ്ടവും ബൈബിളിന്റെ ഭാഷയിൽ അത് ലഘുവാണ്, അത് നൊടി നേരത്തേക്കാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, നിത്യതയുമായിട്ട് താരതമ്യം ചെയ്താൽ 120 വർഷം ഒരു മനുഷ്യൻ ജീവിച്ചാൽ പോലും അത് നൊടി നേരം, ഒരു സെക്കൻഡിന്റെ ഒരു അംശം എന്ന് പറയാൻ പോലും ഇല്ല. നമ്മള് ഒരു കണക്കുകാരനോട് ചോദിച്ചാൽ, കണക്ക് പഠിപ്പിക്കുന്ന ഒരു മാസ്റ്ററോട് ചോദിച്ചാൽ അവര് പറയും 120 വർഷം നിത്യതയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം 0 എന്നാണ്. കണക്കാക്കാൻ പോലുമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നൊടി നേരത്തേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാം നിത്യനാശത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നിത്യതയിൽ അവിടെ കിടന്ന് നാം അനുഭവിക്കുന്നതായിട്ടുള്ള വേദനകളും കഷ്ടങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ നാം ഏത് കഷ്ടങ്ങളിലൂടെ കടന്നു പോയാലും അത് കേവലം ലഘുവായിട്ടുള്ള കഷ്ടമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മുടെ ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ വളരെ സന്തോഷവും സമാധാനം, ലോകത്തിൽ നിന്നുള്ള സന്തോഷവും സമാധാനവും എല്ലാവരുടെയും അംഗീകാരവും ഉള്ള ഒരു ജീവിതമായിട്ട് ആളുകളെ പഠിപ്പിച്ചാൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവർക്ക് നേരിടുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കഷ്ടങ്ങളിലൂടെയുള്ള ഒരു ജീവിതമാണ് സഭാജീവിതം എന്നുള്ളത് തന്നെ, ക്രിസ്തീയ ജീവിതം എന്നുള്ളത് തന്നെ അടിവരയിട്ട് നാം പഠിപ്പിക്കേണ്ടതും നാം അതിനെക്കുറിച്ചുള്ള ബോധ്യം ഉള്ളവരുമായി തീരേണ്ടതാണ്. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഇവിടെ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഇവിടെ പിശാചിന്റെ ഒരു തന്ത്രത്തെ കുറിച്ചാണ് നാം ഇവിടെ സൂചന നമുക്ക് ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് ചുറ്റി നടക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ പിശാചിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മളെ ചുറ്റി നടക്കുവാനായിട്ട് കഴിയുള്ളൂ. അലറി ഒച്ചയൊക്കെ ഉണ്ടാക്കി നമ്മളെ ഒന്ന് പേടിപ്പിക്കും, അത്രേ ഉള്ളൂ. അതല്ലാതെ പിശാചിന് നമ്മെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ട് ആണ്, അല്ലാതെ പിശാചിന്റെ പ്രവർത്തനത്താലല്ല. പിശാചിന് നമ്മളെ പേടിപ്പിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ, പരീക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. പേടിക്കണോ ആ പരീക്ഷയിൽ വീഴണോ എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പലപ്പോഴും ആളുകൾ പരീക്ഷണത്തിൽ വീണുപോവുകയും അങ്ങനെ അലറി പേടിപ്പിക്കുമ്പോൾ പേടിച്ചു പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോഴൊക്കെ നമുക്ക് തുണയായിട്ടുള്ളത് ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദൈവജനമാണ്. അവരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ ആശ്വാസ വാക്കുകളും അവരുടെ കൂട്ടായ്മയും ഒക്കെയാണ്. ഒരു ദൈവവചനപ്രകാരമുള്ള ഒരു സഭയിലാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യം നടക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ. താൻ്റെ കാര്യം നോക്കി സ്വന്തം താല്പര്യത്തിന് വേണ്ടി സ്വാർത്ഥമായി സ്വസ്നേഹികളായിട്ട് ജീവിക്കുന്ന ആളുകളുള്ള സഭയിൽ അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയോ, അത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പരീക്ഷകൻ പരീക്ഷിച്ച് അവർ വിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോയാൽ
അതിനെക്കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അവരുടെ പ്രയത്നം വ്യർത്ഥമായി പോകുമോ, വെറുതെയായി പോയോ എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ അവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി അധ്വാനിച്ചതെല്ലാം വെറുതെയായി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വെറുതെയായി പോയാൽ അവർക്ക് സ്വർഗത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ലഭിക്കുന്നതായിട്ടുള്ള മഹത്വവും പ്രശംസാകിരീടവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടും. സന്തോഷത്തിന് കുറവ് വരും, അതെല്ലാം കുറവ് വരുമെന്നുള്ളതാണ്. നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഇവരൊക്കെ അധ്വാനിച്ചിട്ടുള്ളത്, വേറെ അനേക വിശ്വാസികളുണ്ട്. എന്നാൽ എന്തെങ്കിലും സ്വർഗത്തിൽ കിട്ടും എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല അവരൊക്കെ അധ്വാനിക്കുന്നത്, അവരൊക്കെ കഷ്ടം അനുഭവിക്കുന്നത്. മറിച്ച് അത് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അതിനോട് ചേർന്നുണ്ട്. നാം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയും ദൈവജനത്തോടുള്ള സ്നേഹത്തെ പ്രതിയുമാണ് നാം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകളും. അതല്ലാതെ എന്തെങ്കിലും പ്രതിഫലം കിട്ടണം എന്ന് വിചാരിച്ചോ കിട്ടുമെന്ന് വിചാരിച്ചോ അല്ല. എന്നാൽ അങ്ങനെ ദൈവസ്നേഹത്തെ പ്രതി, സഹോദര സ്നേഹത്തെ പ്രതി നാം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ആത്മീക ശുശ്രൂഷകൾക്കും സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. എന്നാൽ പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളുടെ ചെയ്യുന്നതിന്റെ മനോഭാവം മാറിപ്പോകും. അതൊരു പക്ഷേ ഒരു ജഡത്തിൽ നിന്നുള്ള പ്രവർത്തനമായിട്ട് മാറിപ്പോയാൽ അതിന് ഈ ലോകത്തിലുള്ള പ്രതിഫലം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിന് നിത്യതയിൽ യാതൊരു പ്രതിഫലവും ഉണ്ടാകുകയില്ല. ശരി, നമ്മളുടെ സമയം കഴിഞ്ഞു. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലും, ഒരു മതേതര രാജ്യം എന്ന് പറയുന്നതായിട്ടുള്ള നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഉരുവായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെല്ലായിടത്തും ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വളരെ ഏറെ ആയിട്ടുണ്ട്. നാം ഒക്കെ ഒരുങ്ങിയിരിക്കണം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പോലെ കഷ്ടമനുഭവിക്കേണ്ടി വരും, കഷ്ടമനുഭവിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നാം ഉൾക്കൊള്ളുകയും എന്തു വന്നാലും നമ്മുടെ ചുറ്റും നടന്ന് അലറി വിളിച്ചാലും ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും നാം ഭയപ്പെടുകയില്ല. പരീക്ഷകൻ പരീക്ഷിച്ചാൽ ആ പരീക്ഷയിൽ നാം വീടില്ല. നാം ഒറ്റക്കെട്ടായി ദൈവ മുമ്പാകെ ഒരു ശരീരം പോലെ ദൈവസന്നിധിയിൽ നാം കർത്താവിന് വേണ്ടി പോരാടി അന്ത്യത്തോളം ജീവിക്കും. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അതിനെ സഹായിക്കട്ടെ. അവന്റെ ദിവസം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.